നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മക്കയിലും മദീനയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശികൾക്ക് മുതൽ മുടക്കാൻ അനുമതി. നയം പ്രഖ്യാപിച്ചത് സൗദി മാർക്കറ്റ് അതോറിറ്റി. ജനുവരി 27-ന് പ്രാബല്യത്തിൽ വന്നു. അറുപത് വയസ്സിന് മുകളിലുള്ള കുവൈറ്റിലെ പ്രവാസികൾക്ക് ആശ്രിതരിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് വിസ കൈമാറാൻ കഴിയുമെന്ന് അധികൃതർ. നടപടി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ബിസിനസ് ഉടമകൾക്കുള്ള നടപടിക്രമങ്ങൾ സുഗമമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി. രാജ്യം വികസന പാതയിലെന്നും വൈകാതെ മൂന്നാം സാമ്പത്തിക ശക്തിയാകുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. പൊതുബജറ്റ് നാളെ. 2047-ലെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതീക്ഷയോടെ പ്രവാസികളും. ഇന്ത്യയടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. പ്രത്യേക കറൻസി കൊണ്ടുവന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ട്രംപ്. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. പവൻ ഇന്ന് കൂടിയത് 960 രൂപ. ദേശീയ ഗെയിംസിൽ കേരളത്തിന് 5ാം മെഡൽ. ബീച്ച് ഹാൻഡ്ബോളിൽ വനിതകൾക്ക് വെള്ളി മെഡൽ. അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ജയം. ഇംഗ്ലണ്ടിനെ 10 വിക്കറ്റിന് തോൽപ്പിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ക്വാർട്ടറിൽ. ബീഹാറിനെ ഇന്നിംഗ്സിനും 169 റൺസിനും തകർത്തു. വിശദമായ വാർത്തകളിലേക്ക്. മക്കയിലും മദീനയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശികൾക്ക് മുതൽ മുടക്കാൻ അനുമതി. പുണ്യനഗരങ്ങളുടെ അതിർത്തിക്കുള്ളിൽ സ്ഥിരമായോ താൽക്കാലികമായോ പ്രവർത്തിക്കുന്ന സൗദി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സൗദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് തദാവുൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളിലാണ് വിദേശികൾക്ക് നിക്ഷേപം നടത്താൻ അനുവദിക്കുന്ന നയം സൗദി മാർക്കറ്റ് അതോറിറ്റി പ്രഖ്യാപിച്ചത്. ജനുവരി 27-നാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. കുവൈറ്റിൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റോ അതിൽ താഴെയോ വിദ്യാഭ്യാസമുള്ള പ്രവാസികൾക്ക് അവരുടെ റെസിഡൻസി സ്റ്റാറ്റസ് കുടുംബ ആശ്രിത സ്പോൺസർഷിപ്പിൽ നിന്ന് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിനായി ട്രാൻസ്ഫർ ചെയ്യാൻ മാൻ പവർ അതോറിറ്റി അനുവദിച്ചു. ബിസിനസ് ഉടമകൾക്കുള്ള നടപടിക്രമങ്ങൾ സുഗമമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം. ഈ കൈമാറ്റം തൊഴിലുടമകൾ മാറുന്നതിന് ബാധകമായ അതേ വ്യവസ്ഥകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമാണ്. സർക്കാർ കരാറുകൾക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളെ ഇപ്പോൾ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാൻ അനുവദിച്ചിട്ടുണ്ട്. അവരുടെ കരാർ അവസാനിച്ചിട്ടുണ്ടെങ്കിലും പുതിയ തൊഴിലുടമകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാകും. ഫെബ്രുവരി മാസത്തിലെ UAE-യിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. ജനുവരി മാസത്തെ അപേക്ഷിച്ച് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ട്. സൂപ്പർ പെട്രോളിന്റെയും സ്പെഷ്യൽ പെട്രോളിന്റെയും വിലയിൽ 13 ഫിൽസിന്റെ വർധനവാണ് ഉണ്ടാകുക. 12 ഫിൽസാണ് E+ പെട്രോളിന് വർദ്ധിപ്പിച്ചത്. സൂപ്പർ പെട്രോളിന് 2 ദിർഹം 74 ഫിൽസും സ്പെഷ്യൽ പെട്രോളിന് 2 ദിർഹം 63 ഫിൽസുമാണ് ഫെബ്രുവരിയിലെ നിരക്ക്. E+ന്റെ വില 2 ദിർഹം 43 ഫിൽസിൽ നിന്നും 2 ദിർഹം 55 ഫിൽസായി. ഡീസലിനും വില വർദ്ധിക്കും. 2 ദിർഹം 68 ഫിൽസിൽ നിന്നും 2 ദിർഹം 82 ഫിൽസായാണ് ഡീസൽ വില കൂടിയത്. പുതിയ നിരക്ക് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. രാജ്യാന്തര തലത്തിലെ എണ്ണവിലയ്ക്ക് അനുസൃതമായി ഇന്ധന സമിതി യോഗം ചേർന്നാണ് ഓരോ മാസത്തെയും UAE-യിലെ ഇന്ധനവില തീരുമാനിക്കുന്നത്. ഇന്ധനവിലയ്ക്ക് അനുസൃതമായി എമിറേറ്റുകളിൽ ടാക്സി ബസ് നിരക്കുകളിലും മാറ്റം വരാറുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ വീണ്ടും റെക്കോർഡിട്ട് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. കഴിഞ്ഞ വർഷം 92.3 ദശലക്ഷം യാത്രക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന ഖ്യാതി നിലനിർത്തി. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ദുബായ് 1ാം സ്ഥാനത്താണ്. 106 അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ദുബായിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. 107 രാജ്യങ്ങളിലായി 272 വിമാനത്താവളങ്ങളിലേക്കാണ് ദുബായിൽ നിന്നും വിമാനങ്ങൾ പറക്കുന്നത്. യാത്ര, ബിസിനസ്, നിക്ഷേപം എന്നിവയ്ക്കുള്ള ആഗോള ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ ദുബായിയുടെ ആകർഷണം എടുത്തു കാണിക്കുന്നതാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക്.
2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 6.3-നും 6.8%-നും ഇടയിൽ വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെച്ച സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പണപ്പെരുപ്പം നിയന്ത്രണത്തിൽ തുടരും. നാളെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുക. പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വന്ന സാമ്പത്തിക സർവേക്ക് ശേഷം വീണ്ടും 6 മാസത്തിനുള്ളിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്തെ GDP 6.3% മുതൽ 6.8% വരെ വളരുമെന്നാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തോടെ വികസിത ഭാരതം എന്ന സാമ്പത്തിക ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് 8% വളർച്ചാ നിരക്ക് കൈവരിക്കേണ്ടതുണ്ടെന്നും സർവേയിൽ പറയുന്നു. ശക്തമായ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക ഏകീകരണം, സ്ഥിരതയുള്ള സ്വകാര്യ ഉപഭോഗം എന്നിവയിലൂടെ സമ്പദ് വ്യവസ്ഥ കരുത്ത് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പശ്ചിമേഷ്യയിലെ പിരിമുറുക്കങ്ങൾ, റഷ്യ-യുക്രൈൻ സംഘർഷം തുടങ്ങിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെന്നും സർവേയിൽ പറയുന്നു. ധനമന്ത്രി പാർലമെന്റിൽ വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വരുന്ന സാമ്പത്തിക വർഷത്തിൽ സുസ്ഥിരമായി തുടരും. കാർഷിക മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളും മികച്ച പ്രകടനം നടത്തും. വ്യാവസായിക മേഖലയും പുരോഗതിയിലാണ്. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 5.4%-ൽ നിന്നും 4.9%-ആയി കുറഞ്ഞു. രാജ്യത്തെ ഉപഭോക്തൃ വിലക്കയറ്റം 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 4%-ലേക്ക് എത്തിക്കുമെന്ന ലക്ഷ്യവുമായാണ് റിസർവ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും പ്രവർത്തിക്കുന്നതെന്ന് സർവേ വ്യക്തമാക്കുന്നു. സാമ്പത്തിക അച്ചടക്കം പാലിച്ച് രാജ്യത്ത് ഉപഭോഗ വർധനയ്ക്ക് വഴിയൊരുക്കി GDP വളർച്ചയ്ക്ക് പിന്തുണ നൽകണമെന്ന ദൗത്യമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് അമൃത TV. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അഭിസംബോധനയോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ജീവൻ നഷ്ടമായവർക്ക് രാഷ്ട്രപതി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മരണമടഞ്ഞ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും അനുസ്മരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വഖഫ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണ്. യുവാക്കളുടെ വിദ്യാഭ്യാസത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിന് പ്രത്യേക പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. में दक्षता सुनिश्चित करने दिशा में निरंतर कार्यरत है. इसके फलस्वरूप भारत ने ग्लोबल साइबर सिक्योरिटी इंडेक्स में Tier 1 स्टेटस प्राप्त कर लिया है. माननीय सदस्यगण, किसी भी देश का आधुनिक इंफ्रास्ट्रक्चर ने केवल उसके नागरिकों को एक बेहतर जीवन एवं देश को नई पहचान देता है, बल्कि देश को एक नया आत्मविश्वास भी देता है. बीते दशक में भारत ने वर्ल्ड क्लास इंफ्रास्ट्रक्चर निर्माण के कई माइलस्टोन तय किए हैं. 2047-ൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ളതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾ വികസിത രാജ്യത്തിന്റെ ഗുണഭോക്താക്കളാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിലെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയായ മഹാലക്ഷ്മിയെ സ്മരിച്ചാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം തുടങ്ങിയത്. 2047-ൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം പൂർത്തിയാക്കുമ്പോൾ വികസിത ഭാരതം എന്ന ലക്ഷ്യം നിറവേറ്റുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജവും വിശ്വാസവും നൽകും. 2047 जब आजादी के 100 साल होंगे, विकसित भारत का जो संकल्प देश ने लिया है, ये बजट सत्र, ये बजट एक नया विश्वास पैदा करेगा, नई ऊर्जा देगा कि देश जब आजादी के 100 साल मनाएगा तब विकसित होके रहेगा. 140 करोड़ देशवासी अपने सामूहिक प्रयास से इस संकल्प को परिपूर्ण करेंगे. നിർണായക ബില്ലുകൾ ഈ സമ്മേളനത്തിലുണ്ട്. പരിഷ്കാരങ്ങൾക്ക് ശക്തി പകരുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. യുവാക്കൾ ഭാവിയിൽ വികസിത ഇന്ത്യയുടെ ഗുണഭോക്താക്കളാകും. യുവാക്കളുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. हमारा युवा देश है, युवा शक्ति है, और आज जो 20-25 साल की आयु के नौजवान है,
जब वो 45-50 साल के होंगे तब वो विकसित भारत का सबसे बड़े बेनिफिशियरी होने वाले। സമ്മേളനം സുഗമമാക്കാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം വേണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ജനപ്രിയ പ്രഖ്യാപനങ്ങളെക്കാൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതികൾക്കായിരിക്കും ഇത്തവണത്തെ ബജറ്റിൽ മുൻതൂക്കം ലഭിക്കുക. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ഇത്തവണത്തെ ബജറ്റിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നതിന്റെ സൂചന നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തന്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തേക്കുള്ളതാണ് ഇത്തവണത്തെ ബജറ്റ് എന്ന് പ്രഖ്യാപിച്ചാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്ന് ഉറപ്പിക്കാം. കൃഷി, സാങ്കേതികവിദ്യ, ആരോഗ്യം തുടങ്ങിയവയ്ക്ക് കൂടുതൽ പരിഗണന ലഭിച്ചേക്കാം. AI-യുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഉതകും വിധത്തിലുള്ള പദ്ധതികളും ഉണ്ടാകുമെന്നുറപ്പ്. ബഹിരാകാശ ഗവേഷണത്തിനും മറ്റ് ശാസ്ത്ര സാങ്കേതിക മേഖലകൾക്കും കാര്യമായ നീക്കിയിരിപ്പുണ്ടാകും. ബജറ്റിൽ പരിഗണന ലഭിക്കാവുന്ന മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും നൈപുണ്യ വികസനത്തിനുള്ള പദ്ധതികളും പ്രതീക്ഷിക്കാം. ഗതാഗത മേഖലയ്ക്കും കാര്യമായ പരിഗണന ലഭിക്കും. ഒന്നാം മോദി സർക്കാർ റെയിൽ, റോഡ് മേഖലകളിൽ തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കിയിരിപ്പ് ബജറ്റിലുണ്ടാകും. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും സാധ്യമായ ഘടകങ്ങളും ബജറ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. രാജ്യത്തെ മധ്യവർഗവും ഇക്കുറി ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ബജറ്റിൽ. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആശ്വാസം പകരുന്ന നികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. പണപ്പെരുപ്പവും വിലക്കയറ്റവും കുറക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. രൂപയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്നും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് കേരളം. 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യവും കേരളം ആവർത്തിച്ചുന്നയിക്കുകയാണ്. വയനാട് പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയും കൈവിടുന്നില്ല. ഇക്കുറിയെങ്കിലും എയിംസ് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നും കേരളം ഉറ്റുനോക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോകുമ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളടങ്ങുന്ന 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഇക്കുറിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടമെടുപ്പ് പരിധി 3% നിന്ന് 3.5% ഉയർത്തണമെന്നതും GST നഷ്ടപരിഹാരം തുടരണമെന്നതും കേരളം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളാണ്. നെല്ലിനും കൊപ്രയ്ക്കും കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നതും കേരളം മുന്നോട്ട് വെക്കുന്നു. വന്യജീവി ആക്രമണം തടയാനും കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും ധനസഹായം തേടിയിട്ടുണ്ട്. വയനാട് പുനരധിവാസത്തിനായി 2,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്നും കേരളം ഉറ്റുനോക്കുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് 5,000 കോടി രൂപയുടെ പ്രത്യേക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയാബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടക്കേണ്ട വിഹിതമായി കണക്കാക്കരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെമി ഹൈസ്പീഡ് സിൽവർ ലൈൻ പദ്ധതി, അങ്കമാലി ശബരി, തലശ്ശേരി മൈസൂർ റെയിൽ പദ്ധതി, കേരളത്തിന് എയിംസ് തുടങ്ങിയവ നമ്മുടെ ദീർഘകാല ആവശ്യങ്ങളാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ കേരളത്തോട് കേന്ദ്രം രാഷ്ട്രീയ വിവേചനം കാട്ടുന്നുവെന്ന ആരോപണം ഭരണപ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ ഇക്കുറി ബജറ്റിൽ എന്ത് സമീപനമാകും സ്വീകരിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കെതിരെ സോണിയാഗാന്ധി നടത്തിയ പരാമർശം വിവാദത്തിൽ. പ്രസിഡന്റ് വായിച്ച് ക്ഷീണിച്ചുവെന്ന സോണിയയുടെ പരാമർശത്തിൽ രാഷ്ട്രപതി ഭവൻ കടുത്ത അതൃപ്തി അറിയിച്ചു. സോണിയ മാപ്പ് പറയണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം മാധ്യമങ്ങൾ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ പരാമർശമാണ് വിവാദമായത്. അതേസമയം പ്രസിഡന്റ് വായിച്ച് ക്ഷീണിച്ചെന്നും കഷ്ടമാണെന്നുമുള്ള പ്രതികരണത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് രാഷ്ട്രപതി ഭവൻ രംഗത്തെത്തി. സോണിയാഗാന്ധിയുടേത് അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന പരാമർശമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ രംഗത്തെത്തി. രാഷ്ട്രപതി ആദിവാസി വനിതയാണ്, അവർ ദുർബലയല്ലെന്നും കിരൺ റിജ്ജു പറഞ്ഞു. സോണിയാഗാന്ധിയുടെ പ്രസ്താവന വരേണ്യ മനോഭാവത്തിൽ നിന്നാണെന്ന് JP നദ്ദയും വിമർശിച്ചു. സോണിയ രാഷ്ട്രപതിയോടും ആദിവാസി സമൂഹത്തോടും മാപ്പ് പറയണമെന്നും നദ്ദ ആവശ്യപ്പെട്ടു. അതിനിടെ സോണിയാഗാന്ധി രാഷ്ട്രപതിയെ അപമാനിച്ചിട്ടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. നീണ്ട പ്രസംഗം വായിച്ച് ക്ഷീണിതയായെന്ന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല, വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്. രാഷ്ട്രപതിയോട് ബഹുമാനമേയുള്ളൂവെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രസിഡന്റ് വായിച്ചു ക്ഷീണിച്ചു എന്നായിരുന്നു സോണിയാഗാന്ധിയുടെ വിവാദ പരാമർശം. രാഷ്ട്രപതിക്ക് സംസാരിക്കാൻ പോലും വയ്യാതായി, കഷ്ടം, ഇതായിരുന്നു സോണിയാഗാന്ധിയുടെ പരാമർശം. ന്യൂസ് ഡെസ്ക് അമൃത TV.
ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് പകരം ഡോളറിന് പകരം മറ്റു കറൻസികളെ ആശ്രയിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ട്രംപ്. 100% തീരുവ നേരിടാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ നടന്ന സമ്മേളനത്തിൽ ഡോളർ ഇതര കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പ്രാദേശിക കറൻസികളെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു ഈ നീക്കം. ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആഗോള വ്യാപാരത്തിൽ US ഡോളറിന്റെ പങ്ക് ബ്രിക്സ് രാജ്യങ്ങൾ നിലനിർത്തണമെന്നും അല്ലെങ്കിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഡോളറൈസേഷനെതിരായ തന്റെ നിലപാട് ട്രംപ് ആവർത്തിച്ച് പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര വ്യാപാരത്തിലെ പ്രബല കറൻസിയായ US ഡോളറിനെ മാറ്റിസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ കയറ്റുമതിക്ക് 100% തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ഇത് സംബന്ധിച്ച് കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. നേരത്തെയും ട്രംപ് സമാനമായ അഭിപ്രായം പറഞ്ഞിരുന്നു. അതേസമയം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങൾ US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തിരുന്നു. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യക്കെതിരെ പാശ്ചാത്യ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ബ്രിക്സ് സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചു. ബ്രിക്സിന് പൊതു കറൻസി ഇല്ലെങ്കിലും അതിലെ അംഗങ്ങൾ അവരുടെ പ്രാദേശിക കറൻസികളിലാണ് വ്യാപാരം പ്രോത്സാഹിപ്പിച്ചത്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡോളറൈസേഷനായി ആഹ്വാനം ചെയ്തു. 2024 ജൂണിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഉഭയകക്ഷി ബഹുമുഖ വ്യാപാരത്തിൽ പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കണമെന്ന് അംഗരാജ്യങ്ങൾ പറഞ്ഞു. ഇന്ത്യക്ക് US-ഉമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും മികച്ച ബന്ധമാണുള്ളത്. അതിനാൽ കരുതലോടെയാകും ഈ വിഷയത്തിൽ ഇന്ത്യ നിലപാട് സ്വീകരിക്കുക. ഓരോ രാജ്യങ്ങളും അവരുടെ കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ ശ്രമമുണ്ടാകണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യൻ രൂപയിലുള്ള ഇടപാടുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കം RBI-യും ധനമന്ത്രാലയവും നടത്തിവരികയാണ്. ഇതിനിടെയാണ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നിലപാട് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. 960 രൂപയാണ് പവൻ ഇന്ന് കൂടിയത്. 61,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. 1 ഗ്രാമിന് 7,730 രൂപയാണ് വില. കഴിഞ്ഞ ദിവസം പവന് 120 രൂപ കൂടി 60,880 രൂപയിലാണ് വ്യാപാരം നടന്നത്. വില ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. നാളെ നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചാൽ വില വർധനവിനുള്ള സാധ്യതയുണ്ട്. ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവന്തുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിലെ പ്രതി ഹരികുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വീട്ടിലെത്തിച്ച് വിരലടയാള അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. 2 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മ ശ്രീതു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താൻ കരിക്കകം സ്വദേശിയായ ജ്യോത്സ്യൻ പ്രദീപ് എന്ന ദേവിദാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു. കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിന്റെ ആത്മീയ ഗുരുവായിരുന്നു ദേവിദാസൻ. കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ ആഭിചാരക്രിയയോ മറ്റോ ഉണ്ടോ എന്ന സംശയം ഉടലെടുത്തിരുന്നു. എന്നാൽ മരണത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണെന്നും എല്ലാവരും അന്വേഷണ പരിധിയിൽ തന്നെയാണെന്നും റൂറൽ SP KS സുദർശൻ പറഞ്ഞു. പ്രതി ഹരികുമാർ ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. അല്ല, അതിലൊരു ചെറിയ പ്രയാസമുള്ളത് ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമാണ്. ഇയാൾ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലമുള്ള ആളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിന്റെ സഹായം ആവശ്യമുണ്ട്. ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ശ്രീതുവിന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയോ ദേവേദാസിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതിനെ പറ്റിയോ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ദേവേന്ദുവിന്റെ അച്ഛനെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും മൂത്ത സഹോദരിയെയും സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. ശ്രീതുവിനെതിരെ ഭർത്താവ് ശ്രീജിത്തും കുട്ടിയുടെ മുത്തച്ഛനും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. കുഞ്ഞിന്റെ മരണത്തിൽ ശ്രീതുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതി ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പ്രതിയുടെ ഫിംഗർ പ്രിന്റും ശേഖരിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിൽ നിന്നും അതിക്രൂര പീഡനമേറ്റ പെൺകുട്ടി മരിച്ചു. 6 ദിവസമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പെൺകുട്ടി. പ്രതി അനൂപിനെ ചോറ്റാനിക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും.
കഴിഞ്ഞ ഞായറാഴ്ചയാണ് അത്യന്തം ഗുരുതരാവസ്ഥയിൽ പെൺകുട്ടിയെ ചോറ്റാനിക്കരയിലെ വീട്ടിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രിയാണ് കേസിലെ പ്രതിയായ അനൂപ് യുവതിയുടെ വീട്ടിലെത്തിയത്. മറ്റു യുവാക്കളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് വാക്കുതർക്കമുണ്ടായതിന്റെ പേരിൽ ഇയാൾ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. അർദ്ധനഗ്നയായി ശരീരമാസകലം ചതഞ്ഞ പാടുകളും മുറിവുമേറ്റ അവസ്ഥയിലായിരുന്നു പെൺകുട്ടി. തുടർന്ന് ചോറ്റാനിക്കര പോലീസും ബന്ധുക്കളും ജനപ്രതിനിധിയും ചേർന്ന് തൃപ്പൂണിത്തുറ സർക്കാർ ആശുപത്രിയിലും പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ആരോഗ്യനില ഗുരുതരമായതോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതി വീട്ടിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. സമീപവാസികളെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. പരാതി നൽകിയിരുന്നു. അത് അവർക്ക് വധഭീഷണി മുഴക്കിയതുകൊണ്ടാണ് അവർ പരാതി നൽകിയത്. ക്രിമിനൽ സ്വഭാവം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണല്ലോ, ഇത് നേരിൽ വന്നപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത്. സുഹൃത്തുക്കൾ ഇവനെ പിക്ക് ചെയ്യാൻ വരാറുണ്ട്, അങ്ങനെയെല്ലാം വരാറുണ്ട്. അപ്പം അത് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷ ആർക്കും ഉണ്ടായില്ല. അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അമ്മയ്ക്ക് വധഭീഷണി ഉണ്ടെന്ന് അമ്മ തന്നെ പറയുകയും അമ്മ പലവട്ടം അതിന് മർദ്ദനത്തിന് ഇരയാകുകയും ചെയ്തപ്പോൾ അയൽവാസികളെല്ലാം ഇടപെട്ടു. പെൺകുട്ടിയെ അനൂപ് ഉപദ്രവിച്ചിരുന്നുവെന്നും ഇതിന്റെ പേരിലാണ് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചതെന്നും അമ്മ പോലീസിന് മൊഴി നൽകിയിരുന്നു. അമ്മയുമായി അത്ര ചേർച്ചയിലായിരുന്നില്ല പെൺകുട്ടി. അമ്മ മറ്റൊരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. കേസിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലാക്കിയതും തിരിച്ചു കൊണ്ടുപോയതും സുഹൃത്താണെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക ശ്രമത്തിനടക്കം മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ലഹരിക്കേസിലും തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 2 അടിപിടി കേസുകളിലും പ്രതിയായ അനൂപ് പെൺകുട്ടിയെ 1 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. എറണാകുളം തൃപ്പൂണിത്തുറയിൽ സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. റാഗിങ്ങിനെ തുടർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി അമ്മ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണം. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് 2 ആഴ്ച മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത്. എന്നാൽ റാഗിംഗ് സംബന്ധിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടില്ലെന്നും വ്യാജ പ്രചരണമാണ് നടക്കുന്നതെന്നുമാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. മിഹിർ അതിക്രൂരമായി റാഗിങ്ങിന് ഇരയായെന്നും സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മിഹിറിന്റെ അമ്മ പോലീസിന് കൈമാറിയ പരാതിയിലാണ് ക്രൂരമായ റാഗിങ്ങിനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം അറിയിച്ചു. എന്നാൽ ആരോപണം തെറ്റാണെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. റാഗിംഗ് നേരിടേണ്ടി വന്നതായി മിഹിർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും സ്കൂളിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്നും സ്കൂൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മിഹിറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ മാസം 15-ാം തീയതിയാണ് മിഹിറിനെ ഫ്ളാറ്റിൽ നിന്നും ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. ആലപ്പുഴയിലെ കുട്ടനാടിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന SN കവലയിലെ ഗതാഗതത്തിന് സംവിധാനമൊരുക്കണമെന്ന് പ്രദേശവാസികൾ. ജനകീയ സമരസമിതി രൂപീകരിച്ച് ജനങ്ങൾ റിലേ സമരത്തിലാണ്. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ അമ്പലപ്പുഴയിലെ നീർക്കുന്നം SN കവലയിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കുട്ടനാട്ടിലെ വിവിധ റോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചമ്പക്കുളം കഞ്ഞിപ്പാടം SN കവല റോഡ് ദേശീയപാത 66ലേക്ക് പ്രവേശിക്കുന്നത് നീർക്കുന്നം SN കവലയിലാണ്. പ്രകൃതി ദുരന്ത സമയങ്ങളിൽ കുട്ടനാട്ടിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നതിനുള്ള ഒരു ദുരന്ത നിവാരണ മാർഗം കൂടിയാണ് ഈ റോഡ്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് SN കവല വഴി ഈ റോഡിലൂടെ പ്രതിദിനം സഞ്ചരിക്കുന്നത്. കുട്ടനാട്ടുകാർക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുവാനും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ മികച്ച ചികിത്സയ്ക്കായി വണ്ടാനത്ത് നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് എത്തിക്കുവാനുമുള്ള ഒരു എളുപ്പവഴിയാണ് റോഡ്. ഈ കുട്ടനാട്ടിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ, അതല്ലെങ്കിൽ കുട്ടനാട്ടിൽ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇവാക്വേഷൻ റൂട്ട് എന്ന നിലയിൽ 2018 ഉപയോഗിച്ചിരുന്ന ഒരു റോഡാണ് ഈ കഞ്ഞിപ്പാടം റോഡ്. വളരെ പ്രാധാന്യമുള്ള, ഏറ്റവും കൂടുതൽ നല്ല ട്രാഫിക്കുള്ള അമ്പലപ്പുഴ കച്ചേരി മുക്ക് ജംഗ്ഷനോടൊപ്പം തന്നെ ട്രാഫിക്കുള്ള ഒരു മേഖലയാണ്. NH 66ന്റെ നിർദ്ദിഷ്ട വികസന പദ്ധതിയിൽ SN കവലയിൽ പുതിയ ദേശീയപാതയിലേക്ക് ഒരു പ്രവേശന കവാടമില്ല. ഇത് കുട്ടനാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കും കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും നവീകരിച്ച ഹൈവേ കൊണ്ടുള്ള പ്രയോജനം നിഷേധിക്കുന്നു. സ്വാഭാവിക സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെടുകയാണെന്ന ആക്ഷേപമുണ്ട്. ഇവിടെ ഈ അടിപ്പാത ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഈ റോഡുകൾ വേറെ പണിതിട്ടിട്ട് ഇവിടെ ഈ അടിപ്പാത ഇല്ലെങ്കിൽ ആ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. കിഴക്കൻ മേഖലയിൽ നിന്നും രോഗികളുമായി വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തുന്നതിന് 5 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നു. ആയതിനാൽ നീർക്കുന്നം SN കവലയിൽ ചമ്പക്കുളം കഞ്ഞിപ്പാടം റോഡ് NH 66 പ്രവേശിക്കുന്നിടത്ത് ചേർത്തല എക്സ്റേ കവലയിൽ നിർമ്മിക്കുന്ന മാതൃകയിൽ മേൽപ്പാലമോ കുറുവൻതോട് മുതൽ കരൂർ വരെ ഫ്ലൈ ഓവറോ നിർമ്മിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം നിലനിർത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആകെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.
അമൃത കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ശില്പശാല നടത്തി. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ എന്നിവർ ശില്പശാലയുടെ ഭാഗമായി. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെ ഫലപ്രദമായ ക്ലാസ് റൂം മാനേജ്മെന്റ്, സജീവമായ പഠന രീതികൾ, പ്രതിഫലന രീതികൾ എന്നിവ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് പകർന്ന ശില്പശാലയുടെ ഉദ്ഘാടനവും അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ KT മോളി നിർവഹിച്ചു. നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ സെഷനുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ജൂബിലി മിഷൻ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഏഞ്ചല ജ്ഞാനദുരെ, പ്രമുഖ സംരംഭകനും സ്റ്റാർട്ടപ്പ് പരിശീലകനുമായ ശ്രീ അജയ് ബേസിൽ വർഗീസ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ചരിത്രം കുറിച്ച് സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി. 9 തവണയായി 62 മണിക്കൂറിലധികം ബഹിരാകാശത്ത് സുനിത നടന്നു. നാസയുടെ പെഗി വിൻസ്റ്റന്റെ റെക്കോർഡാണ് മറികടന്നത്. 2017 നാസയുടെ ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിൻസ്റ്റൺ സ്ഥാപിച്ച 60 മണിക്കൂറും 21 മിനിറ്റും എന്ന റെക്കോർഡ് മറികടന്നാണ് സുനിത വില്യംസിന്റെ നേട്ടം. സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം ബഹിരാകാശത്തെ താമസം നീട്ടിയതുകൊണ്ടാണ് സുനിതയ്ക്ക് റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്തുള്ള 5 മണിക്കൂർ 26 മിനിറ്റ് ബഹിരാകാശ നടത്തത്തിനിടയിൽ വില്യംസ് തന്റെ 9ാമത്തെ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി ലോഗിൻ ചെയ്യുകയും മൊത്തം 62 മണിക്കൂർ 6 മിനിറ്റ് ബഹിരാകാശ നടത്തമെന്ന റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു. കൂടാതെ സുനിത വില്യംസും സഹബഹിരാകാശ യാത്രികനായ ബാരി വിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്ന് തകരാറുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് വിജയകരമായി നീക്കം ചെയ്യുകയും ചെയ്തു. അതേസമയം മാസങ്ങളോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും യൂജിൻ ബുച്ച് വിൽമോറിനെയും നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാസ അറിയിച്ചു. ഇരുവരെയും തിരികെ എത്തിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മസ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുനിത വില്യംസിനെയും വിൽമോറിനെയും കൊണ്ട് ജൂൺ 5-നാണ് ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചത്. ജൂൺ പകുതിയോടെ തിരികെ എത്താനായിരുന്നു പദ്ധതി. എന്നാൽ ത്രസ്റ്ററുകളുടെ തകരാറുകൾ കാരണം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. ജൂൺ 14-ന് മടങ്ങേണ്ട പേടകം പിന്നീട് പലതവണ യാത്ര മാറ്റിവെച്ചു. സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണം. സയൻസ് ഡെസ്ക്, അമൃത TV. ദേശീയ ഗെയിംസിൽ കേരളത്തിന് 5ാം മെഡൽ. ബീച്ച് ഹാൻഡ്ബോളിൽ വനിതകൾക്ക് വെള്ളി മെഡൽ ലഭിച്ചു. ഫൈനലിൽ ഹരിയാനയോടെയാണ് പൊരുതി തോറ്റത്. തോൽവി അറിയാതെയാണ് കേരളം ഫൈനൽ വരെ എത്തിയത്. ഭാരോദ്വഹനത്തിൽ സുഫ്ന ജാസ്മിനും നീന്തലിൽ ഹർഷിത ജയറാമും ഇന്നലെ സ്വർണം നേടിയിരുന്നു. ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളം രഞ്ജി ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിൽ. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ബീഹാറിനെ ഇന്നിംഗ്സിനും 169 റൺസിനും തകർത്താണ് ക്വാർട്ടർ പ്രവേശം. കേരളത്തിന്റെ 351 റൺസ് എന്ന ഒന്നാം ഇന്നിംഗ്സിന് മറുപടിയുമായി ബാറ്റിംഗിനിറങ്ങിയ ബീഹാർ ആദ്യ ഇന്നിംഗ്സിൽ 64 റൺസിനും രണ്ടാം ഇന്നിംഗ്സിൽ 117 റൺസിനും പുറത്തായി. 2 ഇന്നിംഗ്സിലുമായി ജലജ് സക്സേന 10 വിക്കറ്റ് വീഴ്ത്തി. ആദ്യ ദിനം തുടക്കത്തിൽ തകർന്നടിഞ്ഞ കേരളത്തെ 351 എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത് സെഞ്ചുറി നേടിയ സൽമാൻ നിസാറിന്റെ പ്രകടനമാണ്. 150 റൺസ് എടുത്ത സൽമാനാണ് കളിയിലെ താരം. ഹരിയാന, കർണാടക, ബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ വമ്പന്മാർ ഉൾപ്പെടുന്ന എലൈറ്റ് സിയിൽ നിന്നാണ് കേരളം ക്വാർട്ടറിലെത്തുന്നത്. മിഡിൽ ഈസ്റ്റ് വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.